ചെല്ലാനം തീരത്തിന് ഇനി കടലാക്രമണത്തിൽ നിന്ന് സുരക്ഷാ കവചം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിപുലമായ തീരസംരക്ഷണ പദ്ധതിയുടെ ഒന്നാം ഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പുത്തൻതോട് ബീച്ചിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രണ്ടാം ഘട്ട ടെട്രാപോഡ് കടൽഭിത്തിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കടലാക്രമണം രൂക്ഷമായി ബാധിച്ചിരുന്ന ചെല്ലാനം തീരവാസികളുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പിനാണ് ഇതോടെ ശുഭപര്യാവസാനമാകുന്നത്. 347 കോടി രൂപ ചിലവിൽ ഹാർബർ മുതൽ പുത്തൻതോട് വരെ നിർമ്മിച്ച കടൽഭിത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പിന്നാലെ മാനാശ്ശേരി വരെയുള്ള രണ്ടാം ഘട്ട ടെട്രോപോഡ് കടൽഭിത്തിയുടെ നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് അല്ലാതെ ഉത്കണ്ഠയും ആശങ്കയും ഉയർന്നു വരുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ ജനങ്ങൾക്കാകെ ആശ്വാസവും സന്തോഷവും നൽകാൻ ഇടയാകുന്ന 2 പദ്ധതികളാണ് ഇന്നത്തെ ദിവസം സമർപ്പിക്കാനുള്ളത്. ഒന്ന്, 347 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചെല്ലാനം തീരത്തെ കടൽഭിത്തി നിറഞ്ഞ സന്തോഷത്തോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിച്ചു. 404 കോടി രൂപ ചെലവിട്ടുകൊണ്ട് നിർമ്മിക്കാൻ പോകുന്ന രണ്ടാം ഘട്ട നിർമ്മാണം, അതിൻ്റെ നിർമ്മാണോദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ പ്രഖ്യാപിക്കട്ടെ. ഇവിടെ എല്ലാവരും ആശ്വാസത്തിലാണ്. നേരത്തെ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമ്പോൾ വീടുകളിൽ വല്ലാത്ത അന്തരീക്ഷം ഉണ്ടായതാണ്. അതിനെല്ലാം മാറ്റം ഇതോടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. രാജ്യത്തിനാകെ മാതൃകയാകുന്ന പദ്ധതിയാണ് ചെല്ലാനത്ത് നടക്കുന്നതെന്നും തീരദേശവാസികളുടെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് വരെ 7.30 കിലോമീറ്റർ ദൈർഘ്യത്തിൽ കോൺക്രീറ്റ് ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽഭിത്തി പുനർനിർമ്മാണവും ബസാർ മേഖലയിലെ പുലിമുട്ട് ശൃംഖലയും ഉൾപ്പെടുന്ന പദ്ധതി കിഫ്ബിയിൽ നിന്ന് 347 കോടി രൂപ ചെലവഴിച്ച് വിജയകരമായി പൂർത്തീകരിച്ചു. ഈ പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടെ ചെല്ലാനം തീരത്ത് കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വലിയ കുറവുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെയുള്ള ചെല്ലാനം പഞ്ചായത്തിന്റെ വടക്കേയറ്റം വരെ 6.10 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽഭിത്തിയുടെ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ 404 കോടി രൂപയുടെ പ്രതീക്ഷിത ചെലവിലാണ് ആരംഭിക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായുള്ള നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് ആണ് ഈ പദ്ധതിയുടെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ വലിയ സന്തോഷത്തിൻ്റെ പ്രതീകമാണിത്. മഴക്കാലമായാൽ വീട് വിട്ടൊഴിയേണ്ടി വരുന്ന ഒരു വലിയ സമൂഹം, കടലിൻ്റെയും കായലിൻ്റെയും ഇടയിൽ ജീവിക്കുന്നവർ. കടൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടത് നോക്കി നിൽക്കുന്ന ഈ രാജ്യത്തെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു വലിയ ജനത, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയാണ്. കൊച്ചി MLA KJ മാക്സി സ്വാഗതം ആശംസിച്ചു. ഒന്നാം ഭാഗത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. ആരും കാണാത്ത സംഭവവികാസങ്ങളാണ് ചെല്ലാണ്ടിരിക്കുന്നത്. ആ അവസരത്തിൽ ഏതാണ്ട് ബാക്കി ഭാഗം നമ്മൾ നിൽക്കുന്ന ഈ പുത്തൻതോട് ബീച്ച് മുതൽ മാനാശ്ശേരി വരെയുള്ള 6.8 കിലോമീറ്റർ ഭാഗം കഴിഞ്ഞ വർഷത്തിൽ തുടങ്ങി. നമുക്ക് ഏറെ സന്തോഷകരമായി ഇന്നത് നടപ്പിലാകുകയാണ്. ഇനി ചെല്ലാനത്തിന് ആവശ്യമില്ല, ഒരിക്കലുണ്ടായിരുന്നില്ല. ചീഫ് എഞ്ചിനീയർ ബിനോയ് ടോമി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി P രാജീവ്, ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ്, എറണാകുളം MP ഹൈബി ഈഡൻ എന്നിവർ മുഖ്യാതിഥികളായി എത്തി. ജില്ലാ പഞ്ചായത്ത് എറണാകുളം പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, കിഫ്ബി CEO-യും റിട്ടയർഡ് IAS-ഉമായ KM എബ്രഹാം, ജലവിഭവ വകുപ്പ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ KIIDC അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ IAS, എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്ക, പള്ളൂരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഫ്സൽ നമ്പ്യാരത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി അഗസ്റ്റിൻ, മുൻ MLA ജോൺ ഫെർണാണ്ടസ്, CPM ജില്ലാ സെക്രട്ടറി S സതീഷ്, CPI ജില്ലാ സെക്രട്ടറി N അരുൺ, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ്, NCP ജില്ലാ പ്രസിഡന്റ് TP അബ്ദുൽ അസീസ്, കോൺഗ്രസ് IDCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ തച്ചേരി, INL ജില്ലാ പ്രസിഡന്റ് ബൈജു മൂവാറ്റുപുഴ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു,
CPM ജില്ലാ കമ്മിറ്റി അംഗം PA പീറ്റർ, KIIDC CEO S തിലകൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,